ക്ലാസ്സിലോട്ട് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ഫോർ ആക്സെപ്റ്റ് ചെയ്ത് ടീച്ചേഴ്സ് ദിസ് ലെസൺസ്. സോ വെരി വെരി യൂസ്ഫുൾ. ഞങ്ങളുടെ അച്ഛനെ അറിയാമായിരിക്കും, പക്ഷെ എന്തായാലും ഇത് ഞങ്ങളുടെ 3ാമത്തെ ഓൺലൈൻ ക്ലാസ് സീരീസ് ആണ്. കഴിഞ്ഞത് ഞങ്ങൾ സൂമിൽ ഇതുപോലെ തന്നെ നടത്തി, വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഈ വർഷം നടത്തുന്നു. ഞങ്ങൾക്ക് ഏകദേശം 100 കൂടുതൽ മലയാളം സ്റ്റുഡൻസ് ഉണ്ട്. ഒത്തിരി പേര് ജോയിൻ ചെയ്യും, ഒത്തിരി പേര് ഇതിന്റെ റെക്കോർഡിങ് കേൾക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് അവർ ഇതിന്റെ കഴിഞ്ഞിട്ട് ഒരു സമ്മറി എഴുതലുണ്ട്. ഇത് ഈ നാല് യൂണിറ്റ് കഴിയുമ്പോൾ അവർ സമ്മറി എഴുതും. സോ ഓൾ ഇൻ ഓൾ, വെൽക്കമിങ് യു ടു the class, and I'm very sure we will be very beneficial out of your class and your session. Thank you, Achan. You can proceed. അച്ഛൻ മ്യൂട്ടിലാണോ? കേൾക്കുന്നില്ല അച്ഛാ. മ്യൂട്ടിലാ അച്ഛൻ. കേക്കാമോ? കേക്കാം. ഓക്കെ. ഞാൻ വീട്ടിലല്ല, ഞാൻ വേറെ ഇടത്തായതുകൊണ്ട് അതിനകത്ത് ഒരു സിസ്റ്റത്തിൽ ഒന്ന് കയറാൻ ഇച്ചിരി സമയം എടുത്തു. ഓക്കെ, നമുക്ക് 5ാമത്തെ പുസ്തകമാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ജനതകളുടെ പ്രകാശം എന്നുള്ളതാണ്. അതിനകത്ത് പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ തക്ക പോലെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇതിന്റെ അകത്ത് സഭയെക്കുറിച്ചും സഭയുടെ ആരംഭത്തെക്കുറിച്ചും 1ാമത്തെ യൂണിറ്റ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. 2ാമത്തെ യൂണിറ്റ് വരുമ്പോ സഭയും അപ്പസ്തോലികമായ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് പഠിക്കും. അതിന്റെ എക്യുമെനിക്കൽ ചിന്താഗതിയും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. 3ാമത് വരുമ്പോ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, പൗരോഹിത്യ ബന്ധം, അങ്ങനെയുള്ള വിളി, തെരഞ്ഞെടുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ 3ാമത് പഠിക്കാനായിട്ട് പോവുക. 4ാമത്തെ യൂണിറ്റിൽ നമ്മൾ അവസാനം കൂദാശകളെ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കും. 1ാമത്തെ യൂണിറ്റിൽ പല യൂണിറ്റുകൾ, നമുക്ക് 4 പുസ്തകങ്ങൾ, നിങ്ങളൊരു പക്ഷേ എല്ലാവരും അത് വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. എന്താണ് സഭയുടെ ആരംഭം എന്നുള്ളത് ഒരു വലിയ തർക്ക വിഷയം പലയിടങ്ങളിലും ഒക്കെ ഉണ്ടാകാറുള്ളൊരു കാര്യമാണ്. സഭ എവിടെയാണ് തുടങ്ങിയത്, സഭ എങ്ങനെയാണ് തുടങ്ങിയത്, സഭ എന്തിനു വേണ്ടിയാണ് തുടങ്ങിയത്, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പലയിടങ്ങളിൽ നിന്നും പല തരത്തിൽ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഇതിന്റെ ആദ്യ ഭാഗത്തേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അതിന്റെ യഹൂദ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ആരംഭിച്ചാണ് ഈ പുസ്തകം നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മള് സഭയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് യേശുക്രിസ്തുവാണ് സഭയുടെ സ്ഥാപകൻ. യേശുക്രിസ്തു സ്ഥാപിച്ച ഒരു സഭ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായ ഒരു സഭയുമല്ല. അതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്ന് ഉണ്ടായതാണ് യേശുക്രിസ്തു സ്ഥാപിച്ച ഒരു സഭ എന്ന് നമ്മൾ പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇതിന്റെ ആദ്യ ഭാഗമായ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നത്. ക്രിസ്തീയ സഭയിൽ വന്ന ആളുകൾ എല്ലാവരും ശരിയായിട്ടും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. നമുക്കറിയാം, പൗലോസ് സഭ സ്ഥാപിക്കുമ്പോഴും അതിനകത്ത് അംഗങ്ങളായി വന്നിട്ടുള്ളവരെല്ലാം യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളവരാണ്. അത് പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്കറിയാം. പൗലോസിന്റെ ലേഖനങ്ങൾ മുഴുവൻ ഓരോന്നോരോന്നായി നമ്മൾ വായിക്കുമ്പോൾ ആ ലേഖനങ്ങളിലെല്ലാം അവർ അവിടെ നിന്ന് ക്രിസ്തീയ സഭയിലേക്ക് ചേർന്ന് വരുന്നതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നതായിട്ടൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു.
പിന്നീടാണ് ക്രിസ്തുവും അവരുടെ അപ്പോസ്തലന്മാരും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ അവർ യഹൂദ റാബി എന്നുള്ള ഒരു ഗുരു എന്നുള്ള നിലയിലാണ് യേശു ക്രിസ്തുവിനെ അന്ന് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് പല ആളുകളും യേശു ക്രിസ്തുവിനെ ഗുരു എന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ പലപ്പോഴും സംബോധന ചെയ്യുന്ന സമയത്ത് ഗുരു എന്ന് വിളിക്കുന്നത്. യഹൂദ ഒരു മതഗുരു എന്നുള്ള രീതിയിൽ ഗുരു എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥവും അത് തന്നെയാണ്. എന്നാൽ യഹൂദന്മാരുടെ പശ്ചാത്തലത്തില് അവർ മനസ്സിൽ വിചാരിച്ചിരുന്ന ചില അവർക്ക് അംഗീകരിക്കപ്പെട്ട് കൊടുത്തിട്ടുള്ള രണ്ട് പ്രത്യേകതകൾ അവർക്കുണ്ട്. ഒന്ന്, അവർ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് എന്നുള്ളത്. യഹൂദന്മാർ എപ്പോഴും വിശ്വസിച്ചിരുന്നത് തങ്ങളാണ് ദൈവത്തിന്റെ സ്വന്തം ജനം. ഞങ്ങളെ ദൈവം ഇങ്ങനെ തെരഞ്ഞെടുത്ത് ദൈവം ഞങ്ങളെ സ്വന്തമായ ജനമാക്കി മാറ്റി ഒരു പ്രത്യേക വിഭാഗമാക്കി, ബാക്കി എല്ലാവരും തള്ളപ്പെട്ടവരും ഞങ്ങൾ മാത്രം ദൈവത്താൽ യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണെന്നും ഈ രക്ഷയുടെ അനുഭവമൊക്കെ ഞങ്ങൾക്കുള്ളതാണെന്നും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് യഹോവയുടെ രക്ഷയെ പ്രഖ്യാപിക്കാനുള്ള ചുമതലയൊക്കെ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടിയാണ് അവര് പോയിക്കൊണ്ടിരുന്നത്. മറ്റു ജാതികൾക്കൊന്നുമില്ലാത്ത ചില പദവികളും പ്രത്യേകതകളും ഒക്കെ ഉണ്ടെന്ന് അവർ ചിന്തിക്കുകയും ചെയ്തു. അത് അവരെ ഒരു ദുരഭിമാനത്തിലേക്കും കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. പ്രവാചകന്മാരുടെ എല്ലാ പ്രഖ്യാപനങ്ങളും, പ്രവാചകന്മാരുടെ എല്ലാ എഴുത്തുകളും അവരുടെ പ്രവചനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത് ഇവരുടെ ഈ ചിന്തയ്ക്ക് എതിരായിട്ടാണ്. നിങ്ങൾ അങ്ങനെയുള്ളവരല്ല, നിങ്ങൾ അത്ര ഉയർന്നവരൊന്നും അല്ല, അങ്ങനെ അഹങ്കരിക്കത്തക്കതൊന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് പ്രവാചകന്മാർ. മാത്രമല്ല, പ്രവാചകന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ ഒന്നും തെരഞ്ഞെടുത്തത് നിങ്ങളുടെ ശ്രേഷ്ഠത കണ്ടതുകൊണ്ടൊന്നും അല്ല, നിങ്ങൾ വലിയ ആളുകളായിട്ടൊന്നും അല്ല നിങ്ങളെ തെരഞ്ഞെടുത്തത്, അതുകൊണ്ട് നിങ്ങൾ അത്രയൊന്നും വലുതല്ല എന്ന പ്രവാചകന്മാരുടെ എല്ലാ പ്രവചനങ്ങളിലും ഈ ഒരു ചിന്തക്കെതിരായി അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും അത്ര ചെവി കൊടുക്കാത്ത ഒരു ചരിത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അവരങ്ങനെയൊന്നും അതിനെ അനുസരിച്ചില്ല. അതിൻ്റെതായ ഭവിഷ്യത്തുകളും പ്രശ്നങ്ങളും ഒക്കെ അവര് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് മശിഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന ഒരാൾ വരും എന്നുള്ള ഒരു കാത്തിരിപ്പ്. അതിൻ്റെ അകത്ത് മശിഹ ആണ് അവർ പറയുന്ന ഒരു കാര്യം. മശിഹ എന്ന ഒരു എബ്രായ പദമാണ്, ഹീബ്രു പദമാണ് മശിഹ എന്നുള്ളത്. അത് അഭിഷിക്തൻ എന്നാണ് ആ പേര്, അതിന്റെ അർത്ഥം. അഭിഷിക്തൻ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അനോയിന്റഡ് എന്ന അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതിൽ നിന്ന് വരുന്ന അതേ വാക്കാണ് ക്രിസ്തോസ് എന്ന വാക്ക്. നമ്മൾ ക്രിസ്തു എന്ന വാക്ക് പറയുന്നതും അത് തന്നെയാണ്. അത് ഗ്രീക്കിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടിനും അർത്ഥം ഒന്നാണ്, രണ്ടിനും ഒരേ അർത്ഥമാണ്. അഭിഷിക്തൻ എന്നുള്ള വാക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവരെയൊക്കെ അഭിഷേകം ചെയ്യാൻ, രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്യുന്ന, പട്ടം കെട്ടുന്ന ഒരു അനുഭവം. അതിൽ നിന്നാണ് ഈ അഭിഷിക്തൻ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഇവരുടെ മനസ്സിൽ മശിഹായെ കുറിച്ച് ചില സങ്കല്പങ്ങളുമുണ്ട്. അവർ സങ്കല്പിച്ചിരിക്കുന്നത് ഒരു വലിയ രാജാവായി വരും, റോമാ ചക്രവർത്തിയെ പോലൊക്കെ വലിയ രാജാവായി വരും എന്നാണ് അവർ മശിഹായെ കുറിച്ച് കാത്തിരിക്കുന്നത്. അവരുടെ സങ്കല്പം അതാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ചിന്തിച്ചിരുന്നു, ഒരു 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 വിനീതദാസനായി മശിഹായെ കണ്ട ആളുകളും ഉണ്ട്. എന്തായാലും അവർക്കൊരു കാത്തിരിപ്പുണ്ട്. അതിപ്പോഴും തുടരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും കാണുന്നത് അതിപ്പോഴും തുടരുന്നു എന്നാണ് കാണുന്നത്. അവരുടെ കാത്തിരിപ്പ്, ക്രിസ്തുവിന് വേണ്ടിയുള്ള, രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുന്നു എന്നാണ്. അതാണല്ലോ പ്രധാനമായും യഹൂദ ചിന്തയും ക്രൈസ്തവ ചിന്തയും തമ്മിൽ ഒരു തർക്കത്തിനും പ്രശ്നങ്ങൾക്കും കാരണമായി വരുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ, ഒന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്നുള്ള ചിന്ത, രണ്ട് മശിഹായ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്,
ആദ്യകാല സഭയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും അതുതന്നെയാണ്. അവസാനമായി ആ ഭാഗത്ത് അവസാനമായി പറയുന്ന കാര്യം ഇതാണ്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരും പിന്നീട് വന്ന സഭാപിതാക്കന്മാരും രണ്ട് കാര്യങ്ങൾ ഊന്നി പറഞ്ഞു. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അത് പഠിക്കേണ്ട കാര്യമാണ്. ഒന്ന്, നസ്രത്തിലെ യൗസേപ്പിന്റെയും മറിയുടെയും മകനെന്ന് ലോകം കരുതിയിരുന്ന യേശു യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മശിഹ തന്നെയാണ് എന്നുള്ളതും. രണ്ട്, മശിഹായാൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ സ്ഥാപിതമായ ക്രിസ്തീയ സമൂഹം പുതിയ ഇസ്രായേലാകും. അങ്ങനെ ഒരു വാക്ക് വളരെ ചിന്തയോടെ പഠിക്കേണ്ട ഒന്നാണ്. പുതിയ ഇസ്രായേൽ എന്നൊരു വാക്ക്. പുതിയ ഇസ്രായേൽ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയായി ക്രിസ്തുവിനെ പിൻപറ്റി ജീവിക്കുന്ന ഒരു സമൂഹം പുതിയ ഇസ്രായേലായി മാറി, പുതുതാക്കപ്പെട്ടു എന്നുള്ള പുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ വരുന്നുണ്ട്. അതിന് കൊടുക്കുന്ന പുതിയ അർത്ഥങ്ങളെ സംബന്ധിച്ചാണ് പിന്നീട് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോസ്തലന്മാർ പറയുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പോസ്തലന്മാർ പറയുന്ന കാര്യങ്ങൾ നോക്കുക. ഒന്ന്, യഹൂദന്മാരുടെ പ്രത്യാശയുടെ സാക്ഷാത്കാരമാണ് നസറാന യേശു എന്ന മശിഹ. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിലും അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളിലുമൊക്കെ കാത്തിരുന്നവൻ ഇവൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന കാര്യം. അത് മാത്രമല്ല, യഹൂദന്മാർ വിചാരിച്ചിരുന്നത് പോലെ അത് തങ്ങളുടെ മാത്രം രക്ഷയ്ക്ക് വരുന്ന ക്രിസ്തു എന്നൊരു സങ്കല്പമല്ല. യഹൂദന്മാർ വിചാരിച്ചിരുന്നത് എന്താ? ഞങ്ങൾക്ക് വരുന്ന ദൈവം ഞങ്ങളുടെ മാത്രമാണ്, മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. ഇവിടെയാണ് അവരുടെ ചിന്താഗതി വ്യത്യാസമാകുന്നത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് സർവ്വജനത്തിനും രക്ഷ നൽകുവാനായി വന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ക്രിസ്തുവിന്റെ ചിന്ത. എന്നാൽ യഹൂദന്മാർ പറയുന്നത് ആ ക്രിസ്തു അങ്ങനെയല്ല വരേണ്ടത്. രണ്ടാമത്, മശിഹായിൽ വിശ്വസിക്കുന്ന സമൂഹത്തെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പുതുതായി തെരഞ്ഞെടുത്തതാണ്. ഇസ്രായേൽ ജനത തങ്ങളുടെയും ലോകം മുഴുവൻ രക്ഷകനായി വന്ന യേശു മശിഹായെ തള്ളിക്കളയുകയും കൊല്ലുകയും ചെയ്തത് മൂലം അവർക്ക് ദൈവം നൽകിയ വിളിയും തെരഞ്ഞെടുപ്പും നിഷ്ഫലമാക്കി. അവരവരുടെ വിളി നിഷ്ഫലമാക്കിയത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ സ്വീകരിക്കാതെയും അവരുടെ വിളിയെ നിഷ്ഫലമാക്കിയതിന്റെ കാരണം ഇതാണ്. യഹൂദന്മാരുടെ വിളിയെ നിഷ്ഫലമാക്കിയത് യേശു ക്രിസ്തു വന്നു, അവനെ അംഗീകരിച്ചില്ല, അവനെ കുരിശിൽ തറച്ച് കൊന്നു. അതുകൊണ്ട് എന്താ അവർക്ക് നഷ്ടം സംഭവിച്ചത്? അവരുടെ വിളി, അവർ തെരഞ്ഞെടുപ്പും അവർ നഷ്ടപ്പെടുത്തി, നിഷ്ഫലമാക്കി. അതാണ്. അപ്പൊ അവർക്ക് നഷ്ടപ്പെട്ടതിന്റെ കാരണം അവർ കാത്തിരുന്ന മശിഹ വന്നുവെങ്കിലും അവർ കാത്തിരുന്ന മശിഹായെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവർ ക്രിസ്തുവിനെ കുരിശിച്ചതുകൊണ്ട് അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും അവർ നഷ്ടപ്പെടുത്തി. അപ്പോഴാണ് സംഭവിച്ചത് എന്താ? പുതിയ ഇസ്രായേലായി ക്രിസ്തീയ സഭയെ തെരഞ്ഞെടുത്തു. ക്രിസ്തീയ സഭയ്ക്ക് പുതിയ ഇസ്രായേൽ എന്നുള്ള കാരണം വന്നതിന്റെ കാരണം എന്താ? പഴയ ഇസ്രായേൽ അവനെ അംഗീകരിച്ചില്ല, അവനെ കൊന്നുകളഞ്ഞു. അവന്റെ വിളിക്ക് വേണ്ടി കാത്തിരുന്നെങ്കിലും പറയുന്നെങ്കിലും അവനെ അവർ അംഗീകരിച്ചില്ല എന്നുള്ളത് ആണ് അവർക്ക് നഷ്ടപ്പെടുത്താനുള്ള കാരണം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും ആദിമ സഭയുടെ പുതിയ ജനത, പുതിയ യെരൂശലേം, പുതിയ വംശം, മൂന്നാം വംശം എന്നുള്ള വാക്കുകളൊക്കെ ഈ ക്രിസ്തീയ സഭയ്ക്ക് വരാനുള്ള കാരണം അതാണ്. അപ്പോ യേശു ക്രിസ്തു പുതിയ ഇസ്രായേലിന്റെ രക്ഷകൻ എന്നുള്ള അർത്ഥത്തിലേക്ക് വരുമ്പോ ഈ അപ്പോസ്തലന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ, യേശു ക്രിസ്തുവിനെ ദൈവപുത്രനും രക്ഷകനുമായി സ്വീകരിക്കുന്ന മനുഷ്യ സമൂഹം ദൈവത്തിന്റെ നവീന സൃഷ്ടിയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെല്ലാം നവീന സൃഷ്ടികളാണ്. ദൈവപുത്രനായി രക്ഷകനായി നമ്മളെ സ്വീകരിക്കുന്ന ഒരു നവീന സൃഷ്ടിയായി നമ്മളെ ആക്കി തീർക്കും. അപ്പോ പാപം, മരണം, ഇവിടെ നിന്നൊക്കെ ദൈവം നമ്മളെ
ഉയർത്തി എന്നാണ് പറയുന്നത്. ഇപ്പൊ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് എന്താ? പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ഇരുണ്ട ലോകത്തിൽ നിന്ന്, താഴ്വരകളിൽ നിന്ന് ദൈവ മനുഷ്യനെ വിളിച്ച് വേർതിരിച്ച് ഉന്നതങ്ങളിലേക്ക് ദൈവം മനുഷ്യനെ ഉയർത്തി ദൈവത്തിന്റെ സ്വന്തം രൂപവും ഭാവവും നഷ്ടപ്പെടുത്തിയത് തിരിച്ചു കൊണ്ടുവന്ന് അതിനെ പങ്കാളിയാക്കി അങ്ങനെ ആക്കി തീർത്ത ഒരു സഭയാണ് ക്രിസ്തീയ സഭ എന്ന് പറയുന്നത്. ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ യോഗ്യത കൊണ്ട് തിരഞ്ഞെടുത്തു എന്നല്ല. ഇവിടെയും അത് തന്നെ പറയുന്നുണ്ട്. ആദ്യം യഹൂദന്മാരോട് പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല, പിന്നെയോ മനുഷ്യസ്നേഹവും കൃപയും മൂലം മാത്രമാണ്. മനുഷ്യസ്നേഹം കൊണ്ടും കൃപയും കൊണ്ടാണ് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത്. ഇസ്രായേലിനെ പോലെ നമ്മളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, ദൈവത്തെ ത്യജിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ അവൻ തെരഞ്ഞെടുത്തു. അതിനാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാണ് സഭ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എല്ലാവരെയും ചേർത്ത് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസ സമൂഹം എന്നൊക്കെ പറയുന്നത്. വിശ്വസിക്കുന്ന ഒരു സമൂഹം അവനവന്റെ വിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ പറയുന്നതിന്റെ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവനെ ചോദ്യം ചെയ്യുകയും അവനിൽ നിന്ന് വ്യത്യസ്തമായി അവൻ പഠിപ്പിച്ച അനുഭവങ്ങളിൽ നിന്ന്, അവന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോ എന്തു പറ്റും? നമ്മളും അവനിൽ നിന്ന് മാറ്റപ്പെട്ടവരാകും, തള്ളപ്പെട്ടവരാകും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് പോലെ വലിയ കുടുംബത്തിൽ ജനിച്ചു, ക്രിസ്തീയ സഭയിൽ നമ്മൾ ജനിച്ചു, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്നൊരു തോന്നൽ പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അത് വേണ്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിന് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകതയൊന്നുമില്ല. നിങ്ങൾ ജനിച്ചിരിക്കുന്ന കുടുംബത്തിന്റെയോ ജനിച്ചിരിക്കുന്ന സഭയുടെയോ ഒന്നുമല്ല പ്രധാനം. യേശു ക്രിസ്തു ജീവിതത്തിൽ വന്ന് അവനെ സ്വീകരിക്കുകയും അവനെ തള്ളിപ്പറയാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരനുഭവത്തിൽ ദുരഭിമാനവും സ്വാർത്ഥതയും അല്ല നമുക്ക് ആവശ്യം. ലോകത്തിന്റെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടിയാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം എന്നുള്ളതാണ് പ്രധാനം. അടുത്ത് പറയുന്നത് ക്രിസ്തീയ സമൂഹത്തിന്റെ കേന്ദ്ര ബിന്ദു ആരിലാണ്? അത് ക്രിസ്തുവിലാണ് എന്നാണ് പറയുക. ക്രിസ്തുവിലാണ് എന്നാണ് പറയുക. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന ചില വേദഭാഗങ്ങളുണ്ട്. അത് ഞാൻ വായിക്കാൻ സമയം കളയുന്നില്ല. നമ്മൾ വായിച്ചാൽ എന്റെ സമയം പോവും. അത് പുസ്തകമില്ലാത്ത ആളുകൾ അത് നോക്കി എഴുതിയെടുത്താൽ ആ വാക്കുകൾ നിങ്ങൾക്ക് ആ വാക്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്ന കാര്യങ്ങൾ ആണ്. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യമാണ് അതിന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചുള്ള അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. അതാണ് നമുക്ക് വിശ്വാസത്തെ. അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നത്, ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. അങ്ങനെ ഒരുപാട് വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവിന്റെ മരണസമയത്ത് ചിതറിപ്പോയ ശിഷ്യന്മാരെ കൂട്ടുവരുത്തിയതും അവരെ ലോകം കീഴ്മേൽ വറിപ്പാൻ പോകുന്ന ശക്തിയുള്ളവരാക്കി തീർത്തു ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ചേർത്ത് നമ്മൾ പറയുന്നത് ഉയർപ്പിന്റെ ജീവനാണ് സഭയുടെ മുഖമുദ്ര. നമ്മൾ പലപ്പോഴും പറയും, ഈ കത്തോലിക്ക സഭയും നമ്മളും തമ്മിൽ ഒരു കാര്യത്തിൽ വളരെ വ്യത്യാസമുള്ളത്. ഒന്ന്, കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ദേവാലയങ്ങളിൽ ഉപയോഗിക്കാറ്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ കുരിശിക്കപ്പെട്ട ക്രിസ്തു എന്നതിനേക്കാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് സഭയുടെ കേന്ദ്രബിന്ദു. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ചിത്രം നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുരിശിക്കപ്പെട്ട ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട്
ഉയർത്ത ക്രിസ്തു, അതാണ് സഭയുടെ ആധാരം. അതുകൊണ്ടാണ് അതാണ് നമ്മുടെ സഭയുടെ ഏക വലിയ സമ്പത്തും. അപ്പോ യേശുക്രിസ്തുവിന് പകരം മറ്റൊന്നും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ അനുഭവങ്ങളിലോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ക്രിസ്തു നഷ്ടമായി പോകുന്നത്, സഭയുടെ അടിസ്ഥാനം നഷ്ടമായി പോകുന്നത്. അപ്പോൾ പഴയ ഇസ്രായേലിനെ പോലെ ദൈവം പുതിയ ഇസ്രായേലിനെ തള്ളിക്കളയുകയും മറ്റു മാർഗം ലോകത്തിന്റെ രക്ഷ നടത്തുകയും ചെയ്യും. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ ഇന്നത്തെ പുതിയ ന്യൂ ജനറേഷൻ സഭകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അവരുടെ ഏറ്റവും വലിയ പ്രശ്നം യേശു ക്രിസ്തു ഉള്ള പേര് അവർക്കുണ്ടെങ്കിലും അവർ പുതിയ ആളുകളിലേക്കും ഈ ലോകത്തിലുള്ള പുതിയ ദൈവങ്ങളിലേക്കും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്നതാണ് അവര് നഷ്ടപ്പെടാനുള്ള കാരണം എന്നാണ് ഈ 1-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ 1-ാം അധ്യായത്തിൽ നമ്മൾ പ്രധാനമായും കണ്ടത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ക്രൈസ്തവ സഭയെ കുറിച്ച് നമ്മള് തുടക്കത്തിൽ കേട്ടു. യഹൂദ ജാതിക്കുണ്ടായിരുന്ന ചില ചിന്തകളെ കുറിച്ച് കേട്ടു. അവർ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണെന്നും രക്ഷയെ പ്രഖ്യാപിക്കാനുള്ള അവകാശം അവർക്കാണെന്നും നമ്മൾ കേട്ടു. പക്ഷെ അവര് ക്രിസ്തുവിനെ കാത്തിരുന്നെങ്കിലും വന്ന ക്രിസ്തുവിനെ അംഗീകരിക്കാതിരുന്നത് കൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പും വിളിയും ഒക്കെ അവർ നഷ്ടപ്പെടുത്തിയത് നമ്മൾ കണ്ടു. പുതിയ സഭ, പുതിയ ഇസ്രായേൽ എന്ന് പറയുന്ന ക്രൈസ്തവ സഭ അതിന് പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തിയത് അപ്പോസ്തലന്മാരുടെ സാക്ഷ്യങ്ങളിലൂടെയാണെന്ന് നമ്മൾ കണ്ടു. അവരവരുടെ ജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സഭ, നഷ്ടപ്പെടാത്ത, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നഷ്ടപ്പെടാതെ നമ്മൾ അതിലേക്ക് തന്നെ നമ്മുടെ ഫോക്കസ്, നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്രിസ്തു എന്ന ഫോക്കസിലേക്ക്, ബിന്ദുവിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട വിളിയുടെ അനുഭവത്തെ നിലനിർത്തിക്കൊണ്ട് ക്രൈസ്തവ സഭയുടെ സാക്ഷ്യത്തിൽ പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ 1-ാമത്തെ പാഠത്തിൽ ഇത്രയും നേരം നമ്മൾ കേട്ടത് ഇത്രയും നേരം നമ്മൾ കേട്ടു. ഒരു ഏകദേശ ഒരു ചിന്ത അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ദയവായി ഒന്ന് പറഞ്ഞാൽ അത് എനിക്ക് എവിടെയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് ഒന്ന് റീതിങ്ക് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് 2-ാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോ നമ്മൾ ആദ്യം കണ്ട ക്രിസ്തീയ സഭയുടെ തുടക്കം അതെങ്ങനെയാണ് ആരംഭിച്ചത്, അത് ആരിലൂടെയാണ് ആരംഭിച്ചത്, ആരാണ് കേന്ദ്രബിന്ദു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി 2-ാമത്തെ പാഠത്തിലേക്ക് വരുമ്പോ ഈ അപ്പോസ്തലന്മാരും സഭയും തമ്മിൽ, ക്രിസ്തീയ സഭയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് 2-ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ വരുമ്പോ നമ്മൾ അത് കാണുക. നമുക്കെല്ലാം അറിയാം. ഇത് നമുക്ക് കൂടുതൽ വിശദീകരിച്ചു പോകേണ്ട കാര്യങ്ങളില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒന്നുകൂടി നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത് അപ്പോസ്തലന്മാർ. ആരാണ് അപ്പോസ്തലന്മാർ? അവരെ ദൈവം, കർത്താവ് യേശു തമ്പുരാൻ അവരെ തെരഞ്ഞെടുത്തു. 12 പേരെ അവരെ തെരഞ്ഞെടുത്തു. അവർക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകമായ ഒരു സ്വഭാവം കൈവന്നു. അവരുടെ ആദ്യ ജോലിയിൽ നിന്നൊക്കെ അവർ വിട്ടു. അവരെങ്ങനെയാണ് ഓരോരുത്തരെയും വിളിച്ചതെന്നൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് സമയം ഒരുപാട് അനുവദിക്കുന്നില്ല. അവരെ തെരഞ്ഞെടുത്തു. 12 പേരെ അവരവർ ചെയ്തിരുന്ന ജോലി സ്ഥലത്ത് നിന്നും മറ്റ് സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ അവരെ വിളിച്ച് അവരെ അപ്പോസ്തലന്മാരായി അവരെ നിയമിച്ച് 12 പേരടങ്ങിയ ഒരു സമൂഹത്തെ പ്രത്യേകമായി കൊണ്ടുവന്നു. ശ്ലീഹ എന്ന വാക്ക് നമുക്കറിയാവുന്നതുപോലെ സുറിയാനി വാക്കാണ് ശ്ലീഹ. അപ്പസ്തോലൻ എന്ന വാക്ക്, അപ്പോസിൽ എന്ന വാക്ക് അയക്കപ്പെട്ടവൻ എന്ന അർത്ഥമുള്ളതാണ്, നമുക്കറിയാം. അത് ഗ്രീക്ക് വാക്കാണ്. സുറിയാനിയിൽ അത് ശ്ലീഹ എന്ന് നമ്മൾ പറയുന്ന വാക്ക് നമുക്ക് വളരെ എല്ലാവർക്കും എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോ 12 ശ്ലീഹന്മാർക്കും ചില അധികാരങ്ങൾ കൊടുത്തു. കർത്താവ് തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് ചില അധികാരങ്ങൾ കൊടുക്കുന്നു. ആ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെ അധികാരങ്ങളാണ്
അവർക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അവർക്ക് അധികാരം നൽകി. ഒന്ന്, അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. അതിന്റെ എല്ലാ വേദഭാഗം ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് PDF ഫോമോ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അശുദ്ധാത്മാക്കളെ പുറത്താക്കുക, സൗഖ്യം കൊടുക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, മനുഷ്യരെ പിടിക്കുക, ദൈവരാജ്യത്തിന്റെ മർമ്മം അറിയുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു കർത്താവ്. അതായിരുന്നു അവരുടെ ജോലി. ശിഷ്യന്മാർക്ക് കർത്താവിന്റെ കൂടെ നടക്കുന്ന ജോലി മാത്രമല്ല, അവർക്ക് ചില പ്രത്യേക സവിശേഷതകളുള്ള ജോലി കർത്താവ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതിൽ അടങ്ങുന്നതാണ്. അത് പിന്നീട് കൈമാറി വന്നതാണ്. അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. അപ്പോസ്തോലികമായ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സഭയുടെ തലവന്മാരിലേക്കൊക്കെ വരുന്ന അപ്പോസ്തോലിക പാരമ്പര്യങ്ങളിലേക്ക് മ്യൂട്ട് ചെയ്യണേ. അപ്പോസ്തോലിക പാരമ്പര്യങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ ശിഷ്യന്മാർക്ക് കൊടുത്ത ചില അധികാരങ്ങൾ, അവർ കർത്താവിനോട് എന്നും കൂടെ ഉണ്ടായിരുന്നു. അവൻ പഠിപ്പിച്ചതെല്ലാം അവര് വാമൊഴിയായി കേട്ട് അത് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു. അവൻ വാമൊഴിയായി പറഞ്ഞത് അവർ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും, അത് മാത്രമല്ല കർത്താവിന്റെ ഉയിർപ്പിന് സാക്ഷികളാവുകയും ചെയ്തു. ആ സാക്ഷികളായതാണ് അവർ ലോകത്തിന്റെ സാക്ഷികളായി പിന്നീട് മാറുന്നത്. അതിനിടയ്ക്കാണ് നമ്മൾ കാണുന്നുണ്ട് അവന്റെ കുരിശുമരണത്തിന് മുൻപായി യൂദ വീണുപോയതും അതിന് പകരമായി മത്യാസിനെ തെരഞ്ഞെടുത്തത്. അപ്പോ ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? ഈ മത്യാസിനെ തെരഞ്ഞെടുത്തതിന് ഉപയോഗിച്ചൊരു മാനദണ്ഡം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ പറയുന്നു. അതിങ്ങനെയാ പറയുക: ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുദ്ധാരത്തിന് സാക്ഷിയായി തീരണം. മത്യാസിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം അതാണ്. മത്യാസിനെ തെരഞ്ഞെടുക്കുന്നതിന് കാരണം എന്താ? സ്നാനം മുതൽ ഉയിർപ്പ് വരെയുള്ള കാലയളവിൽ കർത്താവിനോടുകൂടെ സഞ്ചരിച്ച പുരുഷന്മാരിൽ നിന്ന് ഒരുത്തൻ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം. അപ്പൊ മത്യാസിനെ തെരഞ്ഞെടുത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം യേശു ക്രിസ്തുവിനോടുകൂടി നടന്ന് പഠിച്ച് മനസ്സിലാക്കി പോന്ന ഒരാളായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് മത്യാസിനെ തെരഞ്ഞെടുക്കാൻ കാരണം. അപ്പോ മത്യാസ് അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലന്മാർ അടിസ്ഥാനമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം: ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? സഭ പണിതിരിക്കുന്നത് എങ്ങനെയാ? യേശു ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാർ അടിസ്ഥാനവും. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് പറയുന്നുണ്ട്. നമ്മൾ ജീവനുള്ള കല്ലുകളാണെന്നൊക്കെ പിന്നീട് അതിൻ്റെ ചേർത്ത് പറയുന്നുണ്ട്. അത് നമ്മളെ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ജീവനുള്ള കല്ലുകളാണ് നമ്മൾ എന്നും പറയുന്നുണ്ട്. അപ്പം ഒറ്റ കാര്യമുള്ളൂ അതിനകത്ത് പറയാൻ. കാരണം യേശു ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാർ അടിസ്ഥാനവുമായ ഒരു സമൂഹം ഉണ്ട്. ആ സമൂഹത്തിലാണ് ഈ സഭ പണിതിരിക്കുന്നത്. അപ്പൊ ആ അപ്പോസ്തലന്മാരും ക്രിസ്തീയ സഭയും തമ്മിലുള്ള ബന്ധം അതാണ് എന്നാണ് വ്യക്തമായി നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള ബന്ധം. ഈ ബന്ധമാണ് അപ്പോസ്തലന്മാർ, സഭ, ഈ തമ്മിൽ കണക്ട് ചെയ്യുന്ന, നമ്മളെ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. യേശുക്രിസ്തുവിനോടൊപ്പം നടന്ന് അവനെ കേട്ട് അവനെ മനസ്സിലാക്കി അവന്റെ ജീവിതത്തിൽ ഉയർപ്പിനെ കണ്ട് അനുഭവിച്ച ഒരു സമൂഹമാണ് ഈ സഭയുടെ നെടുന്തൂണായി പിന്നീട് വന്ന കാര്യങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. ഇനി അടുത്തത് പറയുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. വിശ്വാസം എന്ന അടിസ്ഥാനം. ഈ അപ്പോസ്തലന്മാർക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും അധികാരമുണ്ടോ, അതോ എല്ലാവർക്കും ഒരുപോലെയുള്ള അധികാരമാണോ? അത് വലിയ തർക്ക വിഷയമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ തർക്കിക്കുന്ന ഒരു കാര്യം, ഏത് അപ്പോസ്തലനാണ് അധികാരം കൂടുതൽ, ഏത് അപ്പോസ്തലനാണ് അധികാരം ചെറുത്,
ഇതൊരു വലിയ തർക്ക വിഷയം. ഈ ആ തർക്കം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, പത്രോസിന് എന്തൊക്കെയോ പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങിയ ഒരു ഇടയ്ക്കാണ് ഇതിനെക്കുറിച്ചൊരു തർക്കമൊക്കെ ഉണ്ടാകുന്നത്. കൈസരിയ ഫിലിപ്പിൽ വെച്ച് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോ പത്രോസ് അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ, ഒരു മൂപ്പൻ എന്നുള്ള നിലയിൽ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാകുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞു. അപ്പോഴാ കർത്താവ് പറയും, നീ പാറയാകുന്നു, ഈ പാറമേലാണ്ട് സഭയെ പണിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അങ്ങനെ പത്രോസ് പറഞ്ഞത് കൊണ്ട് ബാക്കി ആർക്കും ആ ചിന്തയ്ക്ക് എതിരുണ്ടായിരുന്നു എന്നതിന് അഭിപ്രായമില്ല. ബാക്കിയുള്ളവരൊന്നും ആ വിശ്വസിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. ബാക്കിയുള്ളവരെല്ലാം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ അല്ല എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരാൾ പറഞ്ഞത് കൊണ്ട് മറ്റുള്ളവരത് ഏറ്റു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ വിശ്വാസത്തിനോ സ്ഥാനത്തിനോ അവരുടേതായി കൽപ്പിക്കപ്പെട്ട അപ്പസ്തോല പദവിക്കോ യാതൊരു വ്യത്യാസവുമില്ല. ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുത്ത അധികാരവും ഒരുപോലെയാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, ഒരു അപ്പോസ്തോലനും പ്രത്യേകമായ നൽവരമോ സ്ഥാനക്കയറ്റമോ സ്ഥാനക്കുറവോ കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. അതൊരു വലിയ ഈ ഇപ്പൊ കത്തോലിക്ക സഭയിലൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പത്രോസിന്റെ പിൻഗാമി എന്നൊക്കെ റോമിലെ പാപ്പ പറയുമ്പോ മറ്റ് എല്ലാ സഭകളെക്കാളും എന്തോ ഒരു പ്രത്യേകമായ ഒരു 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 സ്ഥാനം പോപ്പിനുണ്ട് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന, അങ്ങനെ ഒരു വ്യാഖ്യാനമൊന്നും ഇല്ല എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. അത് മാത്രമല്ല, പൗരസ്ത്യ സഭയെ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ള സ്ഥാന കയറ്റങ്ങളും ചെറിയ ചെറിയ ശ്ലീഹ, വലിയ ശ്ലീഹ, അല്ലെങ്കിൽ മീഡിയം ശ്ലീഹ, അങ്ങനെ ഒരു ശ്ലീഹ ഒന്നുമില്ല. എല്ലാ ശ്ലീഹന്മാരെയും ഒരുപോലെ ആ നൽവരങ്ങൾ ഏൽപ്പിച്ചത്, എല്ലാ ശ്ലീഹന്മാർക്കും ഒരുപോലെ കൊടുത്ത ഒരു അനുഭവമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, ഏത് ശ്ലീഹ സ്ഥാപിച്ചാലും വിശ്വാസത്തിന്റെ ഒരു 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 കൂട്ടത്തെയാണ് സ്ഥാപിച്ചത്. ആ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഏത് മേൽപ്പട്ടക്കാരനും എല്ലാ അപ്പോസ്തലന്മാരുടെയും പൊതുവായ പിൻഗാമിയും തുടർച്ചക്കാരനുമാണ്. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരുടനായിരിക്കുന്ന പിതാവിന് പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവുമായി ചെറുപ്പ വലുപ്പങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇതിന് കുറച്ചുകൂടി ഒരു വ്യാഖ്യാനം പറയുന്നത്, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ സഭയെ പണിയുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ചോദിച്ച ചോദ്യവും പറഞ്ഞ ഉത്തരവും ഇതുമായി കണക്ട് ചെയ്തെങ്കിലേ ആ പറഞ്ഞതിനർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നു. നീ പാറയാകുന്നു എന്ന് പറഞ്ഞാൽ നീ പാറ പോലെ വിശ്വസിക്കുന്നത് എന്താ? വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളതിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ മുകളിലാണ് സഭ പണിയപ്പെടുന്നത് എന്നാ പറയുന്നത്. അല്ലാതെ നിന്റെ ശരീരത്തോ നിന്റെ തലയിലോ നീ ഇരിക്കുന്നിടത്തോ നിന്റെ പേരിലോ സഭ പണിയുന്നതല്ല. അങ്ങനെ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് സ്വയം വ്യാഖ്യാനമാണത്. അങ്ങനെ ഒരു വ്യാഖ്യാനമില്ല. നീ ഏറ്റുപറഞ്ഞ വിശ്വാസം, ആ വിശ്വാസം അതുകൊണ്ട് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞത് ക്രിസ്തുവാണ് കേന്ദ്ര ബിന്ദു സഭയുടെ. അതിന്മേലാണ് അപ്പോസ്തലന്മാർ അടിസ്ഥാനമായി, അല്ലാതെ പത്രോസ് അടിസ്ഥാനമായി എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാർ അടിസ്ഥാനമായി പണിതിരിക്കുന്നു എന്നാ, അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ പേരല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൽ അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നുള്ള വിശ്വാസത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തീയ സഭയെ കർത്താവ് സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? തന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും ഒക്കെ സാക്ഷികളായി തീരുന്ന അപ്പോസ്തലന്മാരുടെ സമൂഹത്തിന്മേലാണ് ഈ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ പോലും പേരെടുത്ത് കർത്താവ് പറഞ്ഞില്ല. അങ്ങനെ ആരും ഒരു ശ്ലീഹായും എഴുതിയിട്ടുമില്ല. ഒരാൾ പോലും അങ്ങനെ കണ്ടും കേട്ടും എഴുതിയിട്ടുമില്ല. അതുകൊണ്ട് ഇന്ന് തുടരുന്ന അപ്പോസ്തോലികമായ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാ അപ്പോസ്തലന്മാരും ഒരുപോലെയാണെന്നും അവരുടെ വിശ്വാസവും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ വിശ്വാസമാണെന്നും അവൻ എല്ലാവരെയും ഒരുപോലെയാണ് പഠിപ്പിച്ചതെന്നും
എല്ലാവർക്കും ഒരുപോലെയുള്ള അനുഭവങ്ങളാണ് ഉള്ളതെന്നുമാണ് പഠിപ്പിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും എന്ന് നമ്മൾ ആ കാര്യത്തെ കുറിച്ച് അപ്പോസ്തലന്മാരും വിശ്വാസവും ഈ സഭയും എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് രണ്ടാമത്തെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ ഞാനെടുത്ത് ഇവിടെ വെക്കുവാണേ. ഇതിലിടുന്ന എന്നോടല്ലേ ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അല്ല, കേൾക്കാൻ വെച്ചാ കേൾക്കാം. ഈ പാഠം 2 നിന്നല്ല, പാഠം 1 നിന്നാണ് അച്ഛൻ പറഞ്ഞു കത്തോലിക്ക സഭയും നമ്മളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് കൂടുതൽ കാണിക്കുന്നത്. അങ്ങനെയാകുമ്പോ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയുള്ള സംഭവങ്ങൾക്കെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഈ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ മാത്രം ഒരു സെപ്പറേഷൻ വരുന്നേ? ആ ചോദ്യം വളരെ നല്ലതാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്നുള്ളതുകൊണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഉയർപ്പിന് മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം ഉയർപ്പിലേക്ക് നയിച്ച കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ കുരിശു മരണവും ഉയർപ്പിലേക്ക് നയിച്ച പക്ഷേ കുരിശിൽ കർത്താവ് കിടക്കുന്നു എന്ന് ഇപ്പോഴും കിടക്കുന്നു എന്നൊരു ചിന്ത നമുക്കില്ല. ഉണ്ടോ? ഒരു ചിത്രം കാണുമ്പോ ആ ചിത്രം നമ്മളെ എന്താ കാണിക്കുന്നത്? ആ ചിത്രം ഇപ്പോഴതുപോലെ സംഭവിക്കുന്നു എന്നാണ് നമ്മളെ കാണിക്കുന്നത്. ഒരു കുരിശിൽ കിടക്കുന്ന കർത്താവിനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഇത് രണ്ടും കാണുമ്പോ എന്ത് തോന്നും? ആ തോന്നല. നമ്മൾ എന്തിനാ ഒരു ചിത്രം കാണുന്നത്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തോന്നുന്നതും കുരിശിൽ കിടക്കുന്ന കർത്താവിനെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തോന്നുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ആ ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തായിരിക്കും? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രത്യാശ കൂടും. പ്രത്യാശ, വിശ്വാസം, ഇതൊക്കെ കൂടും. മറ്റേതിന് അർത്ഥമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അർത്ഥമില്ലെന്നല്ല. കർത്താവ് കുരിശിൽ മരിച്ചത് അർത്ഥമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും അതിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ ഉയർപ്പിന് കുറച്ചുകൂടെ പ്രാധാന്യം കുറഞ്ഞു പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കുറച്ചുകൂടി നമ്മൾ ആധികാരികമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്ന പോലെ ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ കർത്താവ് കുരിശിൽ മരിച്ചില്ല എങ്കിൽ എന്നല്ല പറഞ്ഞത്, ഉയർത്തില്ല എങ്കിൽ എന്നാ പറയുന്നത്. വിശ്വാസം വ്യർത്ഥമാണെന്നാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിച്ചോ. കർത്താവിന്റെ പീഡാനുഭവവും അതുപോലെ തന്നെ ക്രൂശ് മരണവും അതിനെ വിശേഷിപ്പിക്കുന്നതായ അതല്ലേ അത് ക്രൂശിലെ മരണത്തെ കുറിച്ച് കാണിക്കുന്നത് അവിടെ? കർത്താവിന്റെ പീഡാനുഭവവും അതുപോലെ തന്നെ ക്രൂശ് മരണവും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടല്ലേ ഈ ക്രൂശിലെ ഒരു കത്തോലിക്ക സഭ കാണിക്കുന്ന ക്രൂശിലെ ആ ഒരു? അതെ, അതുകൊണ്ടാണ് അവർക്ക് ഈ സ്റ്റേഷൻസ് ഓഫ് ക്രോസ് ഒക്കെ ഉള്ളത്. പീഡാനുഭവത്തിന്റെ പല ഇടങ്ങൾ, കർത്താവ് കുരിശുമായി വീണ ഇടങ്ങളൊക്കെ അവർ കാണിക്കുന്നത്. അവര് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. അവർ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ കുരിശിൽ മരിച്ച കർത്താവിനെയാണ് അവർ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതായത് അവൻ കഷ്ടതകൾ അനുഭവിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ കഷ്ടതകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അവര് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അവൻ അനുഭവിച്ച കഷ്ടതകളാണ് എന്ന് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഷ്ടതകളെക്കാൾ ഇപ്പൊ നമ്മൾ ചിത്രങ്ങളെ കാണിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള പ്രത്യാശ. ഇതിൽ നമ്മളുടെ വ്യത്യാസം.
വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം. നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകട്ടെ. ഓക്കെ, താങ്ക് യു. മൂന്നാമത്തെ ഭാഗം വരുന്നത് അപ്പോസ്തലന്മാർ അടിസ്ഥാനമായി വന്ന സഭയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നുള്ള ചിന്തയിലേക്ക്. അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവും സഭയുടെ ജീവനും എന്നാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ദിവസം ഉണ്ടായി വന്ന ഒന്നല്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആദ്യം പറയുന്ന ഭാഗം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ അവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നു. അപ്പോ സഭയുടെ പരിശുദ്ധാത്മാവിന്റെ അനുഭവം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ തന്നെ തെരഞ്ഞെടുത്തു. അതൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് സഭയ്ക്ക് മുൻപേ തന്നെ പരിശുദ്ധാത്മാവിന്റെ ആവാസം എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. ചില ആളുകളൊക്കെ പഠിപ്പിക്കുന്നത് പുതിയ നിയമത്തിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത് എന്ന് പറയുന്നത്. അങ്ങനെയല്ല. പണ്ട് അഭിഷേകം ചെയ്യുമ്പോഴെല്ലാം ആത്മാവിന്റെ അഭിഷേകമായിരുന്നു, ആത്മാവിലൂടെ അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവ് ഇപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ, ഇത് മൂന്നും നമ്മൾ ഒരുമിച്ച് നമ്മുടെ രൂപത്തിൽ ഇവരെ സൃഷ്ടിക്കാം എന്നൊക്കെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ തന്നെ നമുക്ക് എന്നുള്ള വാക്ക് അവിടെ പ്ലൂറലായി ഉപയോഗിച്ച് ഉള്ളതാണ്. അല്ലാതെ പഴയ നിയമത്തിൽ പിതാവ്, പുതിയ നിയമത്തിൽ പുത്രന്റെ ഉയർപ്പിന് ശേഷം പരിശുദ്ധാത്മാവ് എന്ന ആശ്വാസദായകനെ നിങ്ങൾക്ക് തന്നിട്ട് പോകുമെന്ന് പറഞ്ഞാൽ അത് പുതിയ എന്തോ ഒന്നാണ് എന്നുള്ളതല്ല. അതുകൊണ്ട് ആ ത്രിയേക ദൈവം, ട്രിനിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ കൂട്ടത്തിലുള്ള വിഷയമല്ല. എങ്കിലും ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരുമിച്ചുള്ളതാണ്. ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ 3 in 1. ഇത് ഒന്നാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിലെല്ലാം നമ്മൾ ചൊല്ലുന്ന കാര്യം അത് തന്നെയാണ്. അപ്പോ നമ്മള് പിന്നീട് വരുന്ന ഈ ഒരു റോമിലെ ബിഷപ്പായിരുന്ന ക്ലീമീസ് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. ലേഖനത്തിൽ പറയുന്നത് സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം സഭയെ സൃഷ്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സഭ ഒരു ദിവസം കൊണ്ട് പൊന്തി വന്ന ഒന്നല്ല, പഴയതായിരുന്നു എന്നൊക്കെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഹെർമാസിലെ ഇടയൻ എന്ന് പറയുന്ന ഷെപ്പർഡ് ഓഫ് ഹെർമാസ് എന്ന ബുക്ക് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലരൊക്കെ വായിച്ചിട്ടും ഉണ്ടാവും. അതിൻ്റെ അകത്ത് സഭയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, വന്യവയോധികയായ ഒരു വനിത എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം സഭ വയോധികയായ ഒരു സഭ, ഇന്നും ഇന്നലെ ഒന്നും ഉണ്ടായതല്ല, പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ തന്നെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഷെപ്പർഡ് ഓഫ് ഹെർമാസ് അതിൻ്റെ അതൊരു അപ്പോക്രിഫൽ പുസ്തകമാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ദർശനങ്ങളെ കുറിച്ചാണ് പറയുക. അതിൻ്റെ അകത്ത് റിപ്പൻഡൻസ്, പെനൻസ്, അവസാന നാളുകളിലേക്ക് നമ്മൾ എങ്ങനെ ഒരുങ്ങണം, അതാണ് ഷെപ്പർഡ് ഓഫ് ഹെർമാസിന്റെ ആകത്തുക. ആ പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിക്കണം. അത് 3 പുസ്തകങ്ങളായിട്ടാണ്. അതിനകത്ത് 5 ദർശനങ്ങളുണ്ട്, 12 കമാൻഡ്മെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ 10 ഉപമകളും കൊടുത്തിട്ടുണ്ട്. അതൊരു അപ്പോക്രിഫൽ പുസ്തകമാണ് ഷെപ്പർഡ് ഓഫ് ഹെർമാസ്. അത് കിട്ടുമെങ്കിൽ വായിക്കുന്നത് നന്നായിരിക്കും. അത് അവസാന നാളുകളിലേക്ക് ഒരുങ്ങുന്നതിനെ കുറിച്ചൊക്കെയാണ് അതിന്റെ ഉള്ളിൽ പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമായ സഭ ഇത് മുൻപേ തന്നെ ഉള്ളതാണ്. ഇത് നമ്മൾ ഈ കാണുന്ന ഒരു സാഹചര്യം മാത്രമല്ല, കാണാത്ത ഒരു സാഹചര്യം കൂടി സഭയ്ക്കുണ്ട് എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനങ്ങൾ പിന്നീട് വരുന്നുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. സഭ എന്നാണ് ഉണ്ടായത്? സഭയും പെന്തക്കോസ്തിയും തമ്മിലുള്ള ബന്ധം. പെന്തക്കോസ്ത് ദിവസമാണ് സഭ ഉണ്ടായതെന്ന് പഠിപ്പിക്കുന്ന വിഭാഗങ്ങളും ഉണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനായിട്ടായി പറയുന്നത്. ഈ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്
അത് സഭാരൂപീകരണത്തിന്റെ ഒന്നാം ഘട്ടമായിരുന്നെങ്കിൽ അതിന്റെ സുപ്രധാന ഘട്ടമാണ് പെന്തിക്കോസ്തി എന്നാണ് പറയുന്നത്. ഈ പെന്തിക്കോസ്തി ദിവസത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഉണ്ടായി. പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മളിലേക്ക് ഇറങ്ങി വന്ന് ആത്മീയ ദാനങ്ങൾ വർഷിച്ച് സഭയ്ക്ക് ദൃശ്യമായ ഘടനരൂപം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആദിമ ശിഷ്യ സമൂഹത്തിന്റെ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നു. യെരൂശലേം സുന്നതോസിനെ കുറിച്ച് പഠിക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ പറയുന്നത് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി. അത് അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായത്തിൽ യെരൂശലേം സുന്നതോസിൽ ഇവരെ കൂടിച്ചേർന്നിരുന്ന് അവര് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലാണ് ഞങ്ങൾ ഈ ചിന്തകളൊക്കെ എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിൽ നിറഞ്ഞാണ് സഭ ഓരോ തീരുമാനങ്ങളും എടുത്ത് വന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ജീവൻ സഭയ്ക്ക് സന്നിഹിതമാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ജീവൻ സഭയ്ക്ക് ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവിന്റെ പൂർണ്ണതയിലേക്ക് വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. സഭ പരിശുദ്ധാത്മാവിന്റെ വിശിഷ്ടമായ ആവാസ മേഖലയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ ആവാസം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് സഭ. അതിന്റെ എല്ലാ പ്രവർത്തനം, അതിന്റെ രൂപീകരണത്തിലും വളർച്ചയിലും അതിന്റെ തീരുമാനങ്ങളിലും അതിന്റെ ഓരോ ദൈനംദിനമുള്ള പോക്കുകളിലുമെല്ലാം ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പെന്തിക്കോസ്തി നാളിൽ ഇറങ്ങി വന്ന അപ്പോസ്തലന്മാരുടെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഈ സഭയുടെ ഉള്ളിൽ ഇങ്ങനെ നിലനിൽക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ഐറേനിയോസ് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചും സഭയെ കുറിച്ചും ചേർത്ത് പറയുന്നത്. ഐറേനിയോസ് എന്താ പറയുന്നത് നോക്കാം. എവിടെ സഭയുണ്ടോ അവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെ സഭയുണ്ടോ അവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ട്. എവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ടോ അവിടെ സഭയും എല്ലാ ദിവ്യകൃപകളും ഉണ്ട്. അതുകൊണ്ട് ഇന്റർമിംഗിൾഡ് ആണ്. ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമായി പോകാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് സത്യമാകുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിൽ പങ്കാളിത്തമില്ലാത്തവർ അമ്മയുടെ മുലപ്പാൽ കുടിക്കുകയോ ക്രിസ്തു ശരീരമാകുന്ന സഭയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉറവയിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നില്ല. സഭയുടെ സ്വഭാവം നിർണയിക്കുന്നതിൽ പരിശുദ്ധാത്മാവിനുള്ള സ്ഥാനം ഇനി അതിനെക്കുറിച്ചാണ് പിന്നീട് പറയാൻ പോകുന്നത്. അപ്പൊ ഐറേനിയസ് പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. സഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. എവിടെ സഭയുണ്ടോ, വിശുദ്ധനായ ഐറേനിയസ് പഠിപ്പിക്കുന്നത് എവിടെ സഭയുണ്ടോ അവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ട്. എവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ടോ അവിടെ സഭയുണ്ട്. എല്ലാ ദിവ്യകൃപകളും ഉണ്ട്. പരിശുദ്ധാത്മാവ് ചൊരിഞ്ഞു തരുന്ന എല്ലാ ദിവ്യകൃപകളും ഉണ്ട്. പരിശുദ്ധാത്മാവ് സത്യമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പങ്കാളിത്തമില്ലാത്തവർ സഭയാകുന്ന അമ്മയുടെ മുലപ്പാൽ കുടിക്കുകയോ ക്രിസ്തു ശരീരമാകുന്ന സഭയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉറവയിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് അമ്മയോട് ബന്ധപ്പെട്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച് അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നു. അതൊരു വലിയ അഭേദ്യമായ ബന്ധമാണ്. അങ്ങനെ ദൈവത്തിൽ ഈ പരിശുദ്ധാത്മാവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട്, അതിനെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നില്ല? അമ്മയുടെ മുലപ്പാൽ കുടിക്കുകയോ സഭയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉറവയിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ സഭയിൽ പങ്കാളിത്തമില്ല എന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാത്തവർക്ക്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പോകാത്തവർക്ക് സഭയോട് ഉള്ള ബന്ധം ഇല്ലാതെ പോകുന്നു എന്ന് മനസ്സിലാക്കും. ഇനിയും ആത്മാവ് എന്താ നമുക്ക് നൽകുന്നത്? നമ്മൾ എപ്പോഴും പറയുന്ന ഒരൊറ്റ വാക്ക് പുതിയ ജീവൻ, ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്. നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു വിശേഷണമാണ്, അഡ്ജക്റ്റീവാണ് ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്. നിരന്തരമായ പുതുക്കം, പുതിയൊരു ജനതയാക്കി നമ്മളെ കൊണ്ടുവരുന്നതിന് പരിശുദ്ധാത്മാവിന് സാധിക്കും. നമ്മളെ പഴയ ആത്മാവിനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയൊരു ആത്മാവിനെ, പുതിയ ജീവൻ നൽകുന്ന ആത്മാവിനെ നമുക്ക്
നൽകുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ചിലതിൽ നിന്നൊക്കെ മോചിപ്പിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. എന്തിൽ നിന്നൊക്കെയാ മോചിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. രക്ഷകനായ ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുന്ന അർത്ഥമില്ലാത്ത പല പാരമ്പര്യങ്ങളിൽ നിന്നും ആചരണങ്ങളിൽ നിന്നും വിശ്വാസ രീതികളിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളെ മോചിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 55-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 55-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കുന്നു എന്ന് പറയുന്നു. എന്തൊക്കെയാണ് പറയുക? രക്ഷകനായ ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിശ്വാസതയ്ക്ക് ഭംഗം വരുത്തുന്ന അർത്ഥമില്ലാത്ത പല പാരമ്പര്യങ്ങളിൽ നിന്നും ആചരണങ്ങളിൽ നിന്നും വിശ്വാസ രീതികളിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളെ മോചിപ്പിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത്. പരിശുദ്ധാത്മാവിൽ പങ്കാളിത്തമില്ലാതെ പോകുന്നവരാണ് സഭയോടുള്ള ബന്ധമില്ലാതെയും വിശ്വാസത്തിൽ സ്ഥിരതയില്ലാതെയും ഒക്കെ പോകുന്നത്. അവരെ മോചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തെ അറിയുകയും അവനോട് ചേർന്ന് പോവുകയും ചെയ്യുന്ന ദൈവത്തോട് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം നമ്മളിൽ ഉണ്ടാകുവാനും ഇത് നമ്മളെ സഹായിക്കും. ആത്മാവിന്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന കലഹത്തിന്റെയും സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും അധികാരമോഹത്തിന്റെയും ശക്തികളെ സഭയ്ക്കുള്ളിൽ നിരന്തരമായി നീക്കം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ആത്മാവിന്റെ അതിമഹത്തായ ദാനങ്ങൾ സഭയിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ഈ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണങ്ങളാണ് ഈ പറയുന്നത്. എന്തൊക്കെയാ? ആത്മാവിന്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന കലഹത്തിന്റെയും സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും അധികാരമോഹത്തിന്റെയും ശക്തികളെ സഭയ്ക്കുള്ളിൽ നിന്ന് നീക്കം ചെയ്യണം. അല്ലെങ്കിൽ എന്തു പറ്റും? പരിശുദ്ധാത്മ ആവാസം സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആവാസം നമ്മളിൽ നിലനിൽക്കുന്നത് ആ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ്. അങ്ങനെയാണ് ഇത് പുതിയ ജീവൻ നമുക്ക് നൽകുക. ആത്മാവ് പുതുജീവൻ നൽകുന്നത്, പുതിയ ജീവൻ, നഷ്ടപ്പെട്ടു പോയ ജീവനെ പുതുതാക്കി പുതിയ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോ പരിശുദ്ധാത്മാവ് നമ്മളെ എന്തിൽ നിന്നൊക്കെ മോചിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാ സഭയിൽ നിലനിർത്താൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചില ദാനങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അതിന് വരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. വരങ്ങൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങൾ എന്നൊക്കെ പറയും. പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനങ്ങൾ, വരങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടായി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് ആർക്കും തരുന്ന ദാനങ്ങൾ സ്വയമായ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ഇത് സമൂഹത്തിന്റെയും സഭയുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനത്തിന്റെ പ്രത്യേകമായ അർത്ഥം. അതെപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഈ ന്യൂ ജനറേഷൻ ചേർച്ചസ്, അവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ വരങ്ങൾ കൊടുക്കുക, വരങ്ങൾ കിട്ടുക, ഇതെല്ലാം സ്വയമായ ഒരു 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 പ്രൊജക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. സ്വയമായ പ്രൊജക്ഷന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുക. പക്ഷെ അങ്ങനെയല്ല. വ്യക്തികളല്ല അത് ഉപയോഗിക്കേണ്ടത്. വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് വേണ്ടി അല്ല അത് ഉപയോഗിക്കേണ്ടത്. മറിച്ച് സമൂഹത്തിന്റെ കെട്ടുപണിക്ക്, ഭവനങ്ങളുടെ കെട്ടുപണിക്ക്, സഭയുടെ കെട്ടുപണിക്ക്, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലെ എല്ലാം കെട്ടുപണികൾക്ക് വേണ്ടി അത് ഉപയോഗിക്കും. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം പറയുന്നത് എന്താ? പരിശുദ്ധാത്മാവിന്റെ വരവും വ്യാജവരവും തമ്മിൽ തിരിച്ചറിയാനുള്ള മാർഗം എന്താന്ന് ചോദിച്ചാൽ, ഒരുവന് ലഭിക്കുന്ന വരം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ വരമാണ്. എനിക്ക് ലഭിക്കുന്ന വരം എനിക്ക് വ്യക്തിപരമായ എന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ അത് വ്യാജമായ വരമാണ്. ഇതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ടാണ് ആത്മാവിന്റെ വരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം സ്നേഹമാണ് എന്ന് പറയുന്നതിന് കാരണം അതാണ്. സ്നേഹം എല്ലാത്തിന്റെ അടിസ്ഥാനമാണ്. സ്നേഹമില്ലെങ്കിൽ മറ്റു വരങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. ഇത് ചേർന്ന് പോകാനായിട്ട് സാധിക്കുകയുമില്ല. അതുകൊണ്ട് സ്നേഹമാണ് എല്ലാ വരങ്ങളുടെയും മാതാവ് എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കണം, എങ്കിലേ
മറ്റെല്ലാ വരങ്ങളും പ്രയോജനപ്പെടുത്തി പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സത്യസ്വരൂപനായ ആത്മാവ് എന്നുള്ള അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ സത്യസ്വരൂപനായ ആത്മാവ്, സത്യം എന്നുള്ള ഒരു വാക്കിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ ആത്മാവ്? നമ്മൾ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു, ഇനിയും സത്യം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. സത്യാന്വേഷണം എന്ന് പറയുന്നത് തുടരുന്ന ഒരു പ്രക്രിയ. ഒരു വലിയ വീട്ടിൽ ഇതിനെക്കുറിച്ച് ഉദാഹരണമൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി വിശദമാക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു 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 നിരന്തരമായി തുടരുന്ന ഒരു പ്രക്രിയയാണ് സത്യാന്വേഷണം. സമൂഹത്തിനോ സഭാധികാരികൾക്കോ തെറ്റാവരമുണ്ടെന്ന് പറയുന്നില്ല. എന്താ സത്യകാര്യത്തിന്റെ പ്രത്യേകത? ആരും തെറ്റിപ്പോകാതെ എല്ലാവരും സത്യത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് ഒരിക്കലും പറയുന്നില്ല. പരിശുദ്ധാത്മാവ് സഭയെ വഴി നടത്തുമ്പോൾ തന്നെ സഭയ്ക്കുള്ളിലും തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഒരുപാട് ഉണ്ട്. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് സത്യ അന്വേഷണം നിരന്തരമായി ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന ഒന്നല്ല സത്യ അന്വേഷണം എന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ട് കണ്ടെത്താവുന്ന ഒന്നല്ല സത്യവും. അതൊരു വലിയ അന്വേഷണമാണ്. അത് ജീവിതത്തിന്റെ ഭാഗങ്ങളിലെല്ലാം കൂടെ അത് ഉണ്ടാവണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ അപരിമിതമായ സ്നേഹത്തിലുള്ള പ്രത്യാശയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ് മുൻപോട്ട് നീങ്ങുന്നത് എന്നാണ് പറയുക. എന്താ? യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകിയ അപരിമിതമായ സ്നേഹത്തിലുള്ള പ്രത്യാശയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ് നാം മുന്നോട്ട് നീങ്ങുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ആവാസവും അതിന്റെ സഹായവും, ഇത് രണ്ടും കൂടി ചേർന്നാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സത്യാന്വേഷണത്തിൽ നമുക്ക് കിട്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്താ? ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്ന വിഗ്രഹാരാധനയിൽ നിന്നും വികലമായ പാരമ്പര്യങ്ങളിൽ നിന്നും മനുഷ്യസ്നേഹമില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളെ മോചിപ്പിച്ച് സത്യത്തിന്റെ നവങ്ങളായ അത്ഭുത മേഖലകൾ നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. നമ്മളെ ദൈവം ചില കാര്യങ്ങളിൽ നിന്ന് സത്യ അന്വേഷണം, ചില കാര്യങ്ങൾ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് ചില കാര്യങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലാണ് മോചിപ്പിക്കുന്നത്? സത്യം മനസ്സിലാക്കിയാൽ, വ്യക്തിപരമായ ജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും ഈ സത്യം മനസ്സിലാക്കിയാൽ എന്ത് കിട്ടും? നമുക്ക് വിഗ്രഹാരാധനയിൽ നിന്ന് മാറാൻ കഴിയും, വികലമായ പാരമ്പര്യങ്ങളിൽ നിന്ന് മാറാൻ കഴിയും, മനുഷ്യസ്നേഹമില്ലാത്ത ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന്, ഇതിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ മോചിപ്പിക്കും. സത്യം അന്വേഷിക്കുന്നവർക്ക് അവസാനം ചെന്നെത്തുന്നത് ഇത്തരമുള്ള ചില വികലമായ ചിന്തകളിൽ നിന്നോ പ്രവർത്തനങ്ങളിൽ നിന്നോ മാറ്റി ദൈവം നമ്മളെ പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ്. ചിലതൊക്കെ നമുക്ക് കാണിച്ചു തരും. സത്യം അന്വേഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ചിലതൊക്കെ എനിക്ക് കാണിച്ചു തരും. നീ പോകുന്ന വഴി സത്യത്തിന്റെ വഴിയല്ല, നീ പോകുന്ന വഴി നാശത്തിലേക്കുള്ള വഴിയാണ്, നീ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയല്ല, നിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും ശരിയല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് സഭ ദൈവ ആത്മാവിന്റെ മന്ദിരമായി മാറുന്നത്. സഭ ലോകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ വഹിക്കുകയും ആവഹിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് സൃഷ്ടിയുടെ ആദിയിൽ പരിവർത്തനത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് സൃഷ്ടി മുഴുവനും പ്രവർത്തിക്കുന്നു. ആദ്യ സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ അനുഭവം അവിടെ നിന്ന് സഭ മുഴുവനായി, ലോകം മുഴുവനായി ഇന്ന് പടർന്ന് പന്തലിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിന് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാനോ സഹായത്തിനായി വിളിക്കാനോ പൊതുവെ കഴിവില്ല. ലൗകിക ജീവിതത്തിന് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ലൗകിക ചിന്ത കൊണ്ട് പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ അതിലൂടെ നമുക്ക് ശരിയായ അർത്ഥം കണ്ടെത്താനോ കഴിയുകയില്ല. മറിച്ച് ദൈവിക ദാനങ്ങളെ മനസ്സിലാക്കുകയും അതിലൂടെ പോകുന്ന മനുഷ്യർക്ക് മാത്രമേ അത് സാധിക്കൂ. വ്യക്തികളുടെ വരങ്ങൾ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ
സഭയുടെ ആത്മവരങ്ങൾ ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിന്റെ വിശിഷ്ട ആവാസ മേഖലയാകുന്നു വിശുദ്ധ സഭ. വ്യക്തികളുടെ വരങ്ങളെ കുറിച്ച് മുമ്പേ പറഞ്ഞല്ലോ. വ്യക്തികളുടെ വരങ്ങൾ അവരവർക്ക് വേണ്ടിയല്ല, മറിച്ച് ലോകത്തിന്റെയും മറ്റുള്ളവരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് ദൈവം നമുക്ക് നൽകിയ വരങ്ങൾ. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വരങ്ങൾ. അതേ സഭയ്ക്കും അതേ ഉത്തരവാദിത്തമുള്ളത്. സഭ ദൈവത്തിന്റെ ആത്മാവിന്റെ മന്ദിരമായി മാറുന്നത് എപ്പോഴാണ്? അത് സമൂഹത്തിന് പ്രയോജനകരമായി പ്രവർത്തിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തന്നെ കുറ്റിയടിച്ച് കെട്ടപ്പെടുന്ന സഭയല്ല നമുക്ക് ആവശ്യം. സമൂഹത്തിന്റെയും ലോകത്തിന്റെയും മനുഷ്യന്റെയും ജാതി ചിന്തയ്ക്ക് വിരുദ്ധമായി ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് വേണ്ടി എല്ലാം, അത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, പ്രകൃതിയും ഈ ലോകവും എല്ലാം, പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും മനുഷ്യനും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലത്തിനും വേണ്ടി സഭ ഒരുമിച്ച് എപ്പോൾ പ്രവർത്തിക്കുന്നുവോ അപ്പോൾ മാത്രമേ സഭ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മന്ദിരമായി മാറുകയുള്ളൂ എന്നാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കണ്ടത് പരിശുദ്ധാത്മാവും സഭയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ കണ്ടത്. പരിശുദ്ധാത്മാവും സഭയിലെ പെന്തിക്കോസ്ത് ദിവസം പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതിനെ വർദ്ധിപ്പിച്ച് കൊണ്ടുപോകുന്നതാണെന്ന് കണ്ടു. ആത്മാവ് പുതിയ ജീവനെ നൽകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഇടങ്ങളിലൊക്കെ പുതിയ പുതുക്കം നൽകുന്ന, നിരന്തരമായി പുതുക്കി പുതിയ സഭയെ നിലനിർത്തുന്നതാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. അങ്ങനെ നിൽക്കുന്ന സഭയ്ക്ക് ദാനങ്ങൾ നൽകും. അത് വ്യക്തിപരമായി ലഭിക്കുന്നതാണെങ്കിൽ കൂടി അത് സമൂഹത്തിന് നന്മയ്ക്കല്ലെങ്കിൽ അത് ശരിയായ വരമല്ല എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് കിട്ടിയ വരം ലോകത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കണം എന്നാണ് പറയുക. സത്യ അന്വേഷണമാണ് നിരന്തരമായി സഭയിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ആത്മാവിന്റെ നൽവരങ്ങളിൽ നമ്മളെ നയിക്കുന്നത്, സത്യത്തിലേക്കുള്ള വഴി നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ പ്രചോദനം നൽകുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് ഇത്. ഏതാണ് ക്ലാസ് തുടങ്ങാറായി, കഴിഞ്ഞു. അപ്പം അതാണ് നമുക്ക് വന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞത് ആത്മാവിന്റെ മന്ദിരമായ സഭയെക്കുറിച്ച്, സഭയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് നമ്മൾ അവസാനത്തെ ഭാഗത്ത് പറഞ്ഞത്. പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, ദൂരെയും ചാരയുമായിരിക്കുന്ന വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും നാടുകളുടെ ഇടവകന്മേൽ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുവാനാകട്ടെ. താങ്ക് യു. താങ്ക് യു.